നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും മേയർ. മറ്റത്തൂർ കൂറുമാറ്റ വിവാദത്തിൽ അനുനയത്തിന് തയ്യാറായി കോൺഗ്രസ് വിമതർ. KPCC നിർദ്ദേശപ്രകാരം റോജി എം ജോൺ MLAയുമായി വിമതർ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിനൊപ്പം തന്നെയെന്ന് വിമത അംഗങ്ങൾ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ രംഗത്ത്. നീതി നിഷേധമാണ് നടന്നത്, ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമല്ല, പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ CPM CPI പോര് രൂക്ഷം. വൈസ് ചെയർമാൻ പദവി നൽകാത്തതിൽ ഇടഞ്ഞ് CPI ഭരണസമിതിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമേ നൽകൂവെന്ന് CPI നിലപാട് അപഹാസ്യമെന്ന് CPM. ദേശീയപാത മണ്ണുത്തിയിൽ വൻ ഗതാഗതക്കുരുക്ക്. നടത്തറ മുതൽ മണ്ണുത്തി വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. മണ്ണുത്തി മേൽപ്പാലത്തിൽ ടാറിങ്ങിനായി വാഹനങ്ങൾ നിയന്ത്രിച്ചതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചാവക്കാട് മണത്തലയിൽ ദേശീയപാതയിലെ സർവീസ് റോഡിലും ഗതാഗതക്കുരുക്ക്. വിശദാംശങ്ങളിലേക്ക്. അധിക നികുതി വിഷയത്തിൽ കോർപ്പറേഷന്റെ ആദ്യ കൌൺസിലിൽ തന്നെ തീരുമാനമെടുത്ത് സർക്കാരിന്റെ അനുമതിയോടെ ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും അറിയിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മേയറും ഡെപ്യൂട്ടി മേയറും. 50 വർഷത്തെ നഗരവികസനം മുന്നിൽ കണ്ടുള്ള വികസന കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ അറിയിച്ചു. കോർപ്പറേഷന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. നഗരത്തിലെ തകർന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കും. KSRTC റോഡ് പുതുവത്സര സമ്മാനമായി ജനുവരി 6-ന് തുറന്നു നൽകും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഷെൽട്ടർ സ്ഥാപിക്കുമെന്നും ABC പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും മേയർ പറഞ്ഞു. ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കും. നഗര സൗന്ദര്യവൽക്കരണം ഗൌരവമായി എടുത്ത് മുന്നോട്ടു പോകും. സ്ത്രീകൾക്കായി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ പിങ്ക് വാഷ്റൂം സ്ഥാപിക്കും. MG റോഡ് വികസനം ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കും. മേയർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പൂച്ചെണ്ടുകളോ ഷാളുകളോ സ്വീകരിക്കില്ല. അതിന് ചിലവാകുന്ന തുക ഡയാലിസിസ് രോഗികൾക്ക് നൽകാനായി മേയർ റിലീഫ് ഫണ്ടിലേക്ക് കൈമാറണമെന്നും ഡോക്ടർ നിജി ജസ്റ്റിൻ ആവശ്യപ്പെട്ടു. നഗരത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മുൻഗണനയിലുള്ള കാര്യം. തൃശൂർ അറ്റ് 2075 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. തെരുവ് നായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ ഉണ്ടാക്കും. തെരുവ് നായ്ക്കളുടെ ABC പദ്ധതി അത് കാര്യക്ഷമമായി നടപ്പിലാക്കും. മേയർ പങ്കെടുക്കുന്ന പരിപാടികളിൽ യാതൊരു തരത്തിലുള്ള പൂച്ചെണ്ടോ പൂവോ ഷാളോ മെമന്റുകളോ ഒന്നും നമുക്ക് ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം ആ ഒരു തുക കൊണ്ട് നമ്മൾ ഡയാലിസിസ് രോഗികൾക്ക്, കീമോതെറാപ്പി വേണ്ടിവരുന്ന രോഗികൾക്ക് മേയേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. മേയർ സ്ഥാനം ടേമായി നിശ്ചയിച്ചിട്ടില്ല. നേതൃത്വം പറഞ്ഞാൽ അപ്പോൾ സ്ഥാനം ഒഴിയുമെന്നും പണപ്പെട്ടി വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും നിജി ജസ്റ്റിൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതുമായി മുന്നോട്ടു പോകുമെന്ന് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് പറഞ്ഞു. മുൻകൂർ അനുമതി കൊടുത്ത കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലുള്ള കോർപ്പറേറ്റ് സാമ്പത്തിക സ്ഥിതി അത്ര സുഖകരമായ സാമ്പത്തിക സ്ഥിതിയിൽ കണക്കെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തിക അവസ്ഥയെ പറ്റി കൃത്യമായി പഠിച്ച് കൃത്യമായി ധവളപത്രം ഇറക്കി അത് കൗൺസിൽ മുമ്പാകുകയും ജനങ്ങൾക്ക് മുമ്പാകുകയും കൃത്യമായി തന്നെ അവതരിപ്പിക്കും. തുടരേണ്ട പദ്ധതികളൊക്കെ തന്നെ അത് തുടർന്നു പോകും. നാടിന് ഗുണകരമായ ഒരു പദ്ധതി നമ്മളിപ്പോൾ നിർത്തിയായിട്ട് ഇനി അതിനെന്താണ് പൂർത്തീകരിക്കാൻ താൻ നടപടിയിലേക്ക് കടക്കും. പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, കൃഷ്ണകുമാർ ആമലത്ത് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മറ്റത്തൂർ കൂറുമാറ്റ വിവാദത്തിൽ അനുനയത്തിന് തയ്യാറായി കോൺഗ്രസ് വിമതർ. KPCC നിർദ്ദേശപ്രകാരം റോജി എം ജോൺ MLAയുമായി വിമതർ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിന് ഒപ്പം തന്നെയെന്ന് വിമതാംഗങ്ങൾ റോജി എം ജോണിനെ അറിയിച്ചു. 8 പേരിൽ ഒരാൾ പോലും BJPയിൽ ചേർന്നിട്ടില്ല. BJPയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ അനുസരിക്കും. CPMനെതിരെ പ്രാദേശികമായി നടത്തിയ രാഷ്ട്രീയ നീക്കം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണെന്ന് കോൺഗ്രസ് പുറത്താക്കിയ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനും മറ്റു പഞ്ചായത്ത് അംഗങ്ങളും റോജി എം ജോണിനെ അറിയിച്ചു. സ്വതന്ത്രയായി ജയിച്ച അംഗത്തെ പ്രസിഡന്റാക്കാൻ BJP മെമ്പർമാർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും ഇവർ വിശദീകരിച്ചു. പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം തുടർ തീരുമാനമെന്ന് റോജി എം ജോൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV.
പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചുവന്നൂർ രംഗത്ത്. തന്നെ പുറത്താക്കാനുള്ള കാരണം അറിയില്ലെന്ന് വർഗീസ് ചുവന്നൂർ പ്രതികരിച്ചു. പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. നീതി നിഷേധമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPIയുമായി കൂട്ടുചേർന്ന് ഭരണം നേടിയതിനെ തുടർന്ന് വർഗീസ് ചൊവ്വന്നൂരിന് DCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. വർഗീസിന്റെ ഭാര്യ സവേറ്റയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. KPC ജനറൽ സെക്രട്ടറിയും DCC ഒരു ഭാരവാഹിയും പോകുന്നത് നേരിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിനും എന്നില്ല ജന ഉൾപ്പെടുത്താത്തൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ ഒന്നും ഭാഗമല്ലാത്ത എനിക്കെതിരെ നടപടിയും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഈ തീരുമാനത്തിലെല്ലാം നിന്ന ഒരു KPC ജനറൽ സെക്രട്ടറിക്ക് ഒരു നടപടിയില്ല. അത് എന്ത് രീതിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ചൊവ്വന്നൂർ കുന്നംകുളത്തുമായി തുടരും. എനിക്കെന്താ പറയുക, ഒരു പരാതിയുമില്ല, ഒന്നുമില്ല. അല്ല, എന്നോട് വ്യക്തിപരമായി പ്രതികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ജില്ലാ എക്സിക്യൂട്ടീവായിട്ട് എന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിനോ ഒരു സ്ഥാനത്തും വിളിച്ചിട്ടില്ല. വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വരെ DC സെക്രട്ടറി ആക്കിയ ജില്ലാ നേതൃത്വമാണ് തൃശ്ശൂരുള്ളത്. അതിലൊന്നും എന്നെ വിളിക്കുന്നില്ല, എന്നെ വിളിക്കാറില്ല, എന്നെ ബന്ധപ്പെടാറില്ല, എന്നെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താറില്ല. വടക്കാഞ്ചേരി നഗരസഭയിൽ CPM CPI പോര് രൂക്ഷം. വൈസ് ചെയർമാൻ പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ഭരണസമിതിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമേ നൽകൂ എന്ന CPI നിലപാടിനെതിരെ CPM രംഗത്ത്. വടക്കാഞ്ചേരി നഗരസഭയിൽ വൈസ് ചെയർമാൻ പദവി ജനറൽ വിഭാഗത്തിലുള്ളതാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉഭയകക്ഷി തീരുമാനപ്രകാരം CPIക്ക് ആദ്യ 2 വർഷം വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് CPI വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാതെ 5 കൊല്ലവും തലസ്ഥാനത്ത് തുടരുകയാണുണ്ടായത്. ഇത്തവണ CPIക്ക് വൈസ് ചെയർമാൻ സ്ഥാനം നൽകാൻ CPM തയ്യാറായില്ല. ഇതോടെ ഇടഞ്ഞ CPI നേതൃത്വം ഭരണസമിതിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമേ നൽകൂവെന്ന് പ്രഖ്യാപിച്ചു. CPI നിലപാട് ജനവിധിയെ പരിഹസിക്കുന്നതാണെന്ന് CPM ഏരിയ നേതൃത്വം തുറന്നടിച്ചു. CPI നിലപാട് അപഹാസ്യമെന്ന് ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ പറഞ്ഞു. CPI നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ദേശീയപാത മണ്ണുത്തിയിൽ വൻ ഗതാഗതക്കുരുക്ക്. നടത്തറ മുതൽ മണ്ണുത്തി വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. മണ്ണുത്തി മേൽപ്പാലത്തിൽ ടാറിങ്ങിനായി വാഹനങ്ങൾ നിയന്ത്രിച്ചതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത്. സർവീസ് റോഡിലൂടെ ചരക്ക് വാഹനങ്ങൾ കടത്തിവിട്ടതോടെ കുരുക്ക് രൂക്ഷമായി. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും മേൽപ്പാലം അടച്ച് ടാറിംഗ് നടത്തിയത്. പോലീസും നാട്ടുകാരും ഏറെ പണിപ്പെട്ടാണ് ഗതാഗത തിരക്ക് നിയന്ത്രിച്ചത്. ചവക്കട മണത്തലയിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ വൻ ഗതാഗതക്കുരുക്ക്. കൊച്ചിൻ റിഫൈനറിയിലേക്ക് ടാങ്കുകൾ കൊണ്ടുപോയ 2 കൂറ്റൻ ഹൈഡ്രോളിക് ട്രെയിലറുകളാണ് ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. 50 അടിയോളം നീളവും 57 മെട്രിക് ടൺ ഭാരവുമുള്ള ടാങ്കുകളാണ് കൊണ്ടുപോയിരുന്നത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് മണത്തല ഐനിപ്പുള്ളി ദേശീയപാതയിൽ ട്രെയിലറുകൾ നിർത്തിയിട്ട് ബുധനാഴ്ച സർവേയർ എത്തി റൂട്ട് ക്ലിയർ ആയതിനു ശേഷമേ പുറപ്പെടുകയുള്ളൂ. ഇനിയൊരു ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകളിലേക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. ഉഷശീവേലിക്ക് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരൻ തിടമ്പേറ്റി ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. തുടർന്ന് ഉച്ചപൂജയും ശ്രീഭൂതബലിയും നടന്നു. ഭഗവാന്റെ തിടമ്പ് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചപ്പോൾ പനാവൂർ ശ്രീഹരിയും സംഘവും വിശേഷാൽ തായമ്പക അവതരിപ്പിച്ചു. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി ഭക്തിസാന്ദ്രം. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. നിർമ്മാല്യ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം, സംഗീതാർച്ചന എന്നിവ നടന്നു. തുടർന്ന് പ്രഗത്ഭരായ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. മഹാ അന്നദാനത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 10,000-ലധികം പേർ പ്രസാദകൂട്ടിൽ പങ്കെടുത്തു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ദീപാരാധന, സ്പെഷ്യൽ നാദസുരം, ഭക്തിഗാനസുധ എന്നിവയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി ആഘോഷിച്ചു. ക്ഷേത്രത്തിനകത്തെ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്കായി മുക്കുടി നിവേദ്യം നൽകി. കാഴ്ചശിവേലിക്ക് ചേറൂർ രാജപ്പന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ഏകാദശിയൂട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ മരത്താക്കര ഡിവിഷനിൽ തന്റെ മകൾ റൂജി ജോസ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കള്ളപ്രചരണം നടത്തുകയാണെന്ന് കോൺഗ്രസ് ഉല്ലൂർ ബ്ലോക്ക് മുൻ സെക്രട്ടറി ജോർജ് കല്ലൂക്കാരൻ ആരോപിച്ചു. ആദ്യ പട്ടികയിൽ റോജിയുടെ പേരുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നു. പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ പണം വാങ്ങി പിന്മാറിയെന്ന് ചിലർ കള്ളപ്രചരണം നടത്തുകയാണെന്ന് ജോർജ് കല്ലൂക്കാരൻ പറഞ്ഞു. 3 ദിവസം പ്രവർത്തന ശേഷം ഈ ജോസഫ് ടാറ്ററ്റ് തന്നെ 20-ാം തീയതി രാത്രി 20/11/2025 രാത്രി 11 മണിക്ക് ശേഷം ആ രേഖ തിരുത്തി ആ സ്ഥാനത്തേക്ക് മരത്താക്കരയിൽ നിന്ന് പ്രിൻസി അക്കരപ്പുറത്തിന് സ്ഥാനാർത്ഥിയാക്കുകയുണ്ടായി. യാതൊരു സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അല്ല ഞങ്ങൾ പിന്മാറിയത്. ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഇപ്പോ നാട്ടില് ആരോപണമുണ്ട് 3 ലക്ഷം റുപ്യ ഞാൻ വാങ്ങിയിട്ടാണ് താങ്കളെ കൊണ്ട് പിൻവലിപ്പിച്ചതെന്ന് നാട്ടില് പ്രചരണമുണ്ട്. അത് തെറ്റാണ്, അത് അനീതിയാണ്. ഒരാളെ കയ്യിൽ ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി നിരുപാധികം ഞങ്ങൾ മകളെ കൊണ്ട് പിൻവലിപ്പിച്ചു. CPI മാള മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന EK അനിലൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CMPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. നിരവധി പേർ തന്നോടൊപ്പം CMPയിൽ ചേരുമെന്നും അനിലൻ അറിയിച്ചു. CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി CPI നേതാക്കൾ തങ്ങൾക്ക് നേരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനാൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. CMP നേതാക്കളായ PRN നമ്പീശൻ, വികാസ് ചക്രപാണി, ജയ്സിംഗ് കൃഷ്ണൻ, PV മനോജ് കുമാർ, മിനി രമേശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള മണ്ഡലം ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് പ്രിസ്റ്റോ സിൽവനെ BJP പുറത്താക്കി. പാർട്ടിയെയും നേതാക്കളെയും സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനാണ് നടപടിയെന്ന് BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ മാള പഞ്ചായത്തിലെ കോട്ടവാതിൽ വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രിസ്റ്റോ സിൽവൻ. ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നത് പരിഭ്രാന്തി പരത്തി.
അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തായിരുന്നു സംഭവം. പുഴയിൽ കുടുങ്ങിയ സഞ്ചാരികളെ നാട്ടുകാരാണ് രക്ഷിച്ചത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നാണ് അതിരപ്പള്ളിയിലേക്ക് വെള്ളം എത്തുന്നത്. മുന്നറിയിപ്പില്ലാതെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കുന്നത് പതിവില്ല. ജില്ലാ ഭരണകൂടം ഡാമിൽ നിന്ന് അധിക ജലം ഒഴുകാൻ നിർദ്ദേശം നൽകിയിരുന്നില്ല. ഡാമിന്റെ വാൽവുകളൊന്നും തുറന്നിട്ടില്ലെന്ന് ഡാം എഞ്ചിനീയർ അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുകിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആലപ്പാട് പുള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന ആൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. നെടുപുഴയിൽ ബസ്സുടമ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വട്ടപ്പിന്നിയമ്മ ബസിന്റെ ഉടമയും കണ്ടക്ടറുമായ മനോജ് ബാബുവാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. 53 വയസ്സായിരുന്നു. ബസ് സർവീസ് ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ നെടുപുഴ പള്ളിക്ക് സമീപത്തായിരുന്നു സംഭവം. ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉടൻ തന്നെ ബസ് ലേറ്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ബുധനാഴ്ച നടക്കും. പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പരേതനായ പ്യാരിലാലാണ് മറ്റൊരു മകൻ. വൈദ്യുതി പ്രവഹിപ്പിച്ച് മീൻ പിടിക്കുന്നതിനിടയിൽ ഒഡീഷ സ്വദേശി ഷോക്കേറ്റ് മരിച്ചു. എരവത്തൂരിലെ പശുഫാമിലെ തൊഴിലാളിയായ 32 വയസ്സുള്ള അജിത് പന്നയാണ് മരിച്ചത്. ഫാമിനടുത്തുള്ള ചാലിലാണ് മീൻ പിടിച്ചിരുന്നത്. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കേച്ചേരി ജംഗ്ഷന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് കിഫ്ബി 126 കോടി രൂപ അനുവദിച്ചു. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി എന്നിവരുടെ ശ്രമഫലമായാണ് കിഫ്ബിയുടെ സാമ്പത്തികാനുമതി ലഭ്യമായത്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. പദ്ധതിയുടെ നിലവിലെ വ്യാപ്തിയും പുതുക്കിയ ചെലവും ഉൾപ്പെടുത്തി പുതുക്കിയ ഭരണാനുമതി നേടണമെന്നും കിഫ്ബി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൌണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. സൈക്കിളിലാണ് മോഷ്ടാവെത്തിയത്. നടപ്പുരയിലെ ഭണ്ഡാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി പണം കവർന്നതിന് ശേഷം ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്. വഴിപാട് കൌണ്ടറിലെ അലമാര തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലികൾ പ്രവർത്തനരഹിതം. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം രൂക്ഷം. തോട്ടം മേഖലയായ നായാട്ടുകുണ്ട്, ചൊക്കന, കുണ്ടായി, പാലപ്പള്ളി പ്രദേശങ്ങളിലേക്കുള്ള റോഡിൽ പലയിടത്തും കാട്ടുപോത്ത്, കാട്ടാന തുടങ്ങിയ വന്യജീവികൾ ഇറങ്ങുന്നത് തോട്ടം തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും ഇവിടെ കാട്ടാനകൾ വിഹരിക്കുകയാണ്. പലയിടത്തും വനാതിർത്തിയിലുടനീളം സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ തകർന്നു കിടക്കുകയാണ്. തകർന്ന ഭാഗങ്ങളിൽ സോളാർ വേലി അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം വന്യജീവികൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. വെള്ളിക്കുളങ്ങരയ്ക്കും നായാട്ടുകുണ്ടിനുമിടയിൽ പഴയ ഫോറസ്റ്റ് റാംവേയുടെ ഭാഗമായുള്ള
ഗുഹ എന്നറിയപ്പെടുന്ന ഭാഗത്ത് സോളാർ വേലി തകർന്നിട്ട് നാളുകളേറെയായി. ഇത് ഫെൻസിങ് നോക്കാൻ സ്ഥിരം ഫോറസ്റ്റുകാർ വരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോണതാണ്. ഇവിടെ കാട്ടുപോത്ത്, ആന ഏകദേശം മിക്ക ദിവസങ്ങളിലും ഈ പരിസരത്തുണ്ട്. ഈ ഫെൻസിങ്ങിന്റെ കാല് വിട്ട് ഊരി കട്ടി കളഞ്ഞിട്ട് ഇതുവരെ അത് നേരെയാക്കാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ഈ റോഡിലൂടെയാണ് തോട്ടം തൊഴിലാളികൾ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ പോകുന്നതും അതുപോലെ മറ്റു ജോലികൾക്ക് വേണ്ടി പോയിട്ട് രാത്രി ചിലപ്പോൾ 8 മണി 9 മണി 10 മണി നേരത്തൊക്കെ ഉപജീവനത്തിന് വേണ്ടി പോയിട്ട് വരുന്ന ആളുകൾ ഈ റോഡിൽ കൂടെ പോകുന്നതാണ്. ഇതിങ്ങനെ വിട്ട് നശിപ്പിച്ച കാരണം കൊണ്ട് മിക്ക ദിവസവും വന്യമൃഗങ്ങള് റോട്ടിലാണ്. ആന മറ്റു മൃഗങ്ങളൊക്കെ റോട്ടിലുണ്ട്. പല ആളുകളെയും മൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ചൊക്കന എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾ പുലർച്ചെ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ ഭാഗത്ത് പലപ്പോഴും യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകാറുണ്ട്. കാരിക്കടവ് ആദിവാസി ഉന്നതി, ചൊക്കന, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ റോഡിലൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. മുപ്ലിയിലടക്കം പല ഭാഗത്തും ഹാലിസൺ തോട്ടത്തിലൂടെ കടന്നു പോകുന്ന റോഡിലും സോളാർ വേലിയില്ല. യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് തകർന്ന സോളാർ വേലികൾ അറ്റകുറ്റപ്പണി നടത്തി വന്യജീവികളെ പ്രതിരോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. കാവ്യ രഞ്ജിത്ത്, സുശീൽ ഗോപാൽ, സൂരജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. വരും തലമുറയ്ക്ക് പ്രചോദനമായി മാറുകയാണ് വെളപ്പായി സ്വദേശി അതുൽ ആരംഭിച്ച ചൂട് എന്ന സംരംഭം. ഇന്ന് ഒരു ചൂട് സ്റ്റാർട്ടപ്പ് വിശേഷമായാലോ. ഒരു 22 വയസ്സുകാരന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ചൂട്. എന്താണ് ചൂടെന്നും എങ്ങനെയാണ് ആശയത്തിലേക്ക് എത്തിയതെന്നും അതുലിനോട് തന്നെ ചോദിച്ചറിയാം. ചൂട് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ടീ കപ്പാണ്. ഇൻസ്റ്റന്റ് ടീ കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലേവേഴ്സ് ഉണ്ട്. ചായ, കാപ്പി, ചുക്ക് കാപ്പി, ഗ്രീൻ ടീ, അങ്ങനെ കുറച്ചധികം ഫ്ലേവേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ചായയാണോ, കാപ്പിയാണോ, ചുക്ക് കാപ്പിയാണോ, ഏതാണോ വേണ്ടത് അതിന്റെ ഗ്ലാസ് എടുക്കുക, ജസ്റ്റ് ചൂടുവെള്ളം ഒഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചായ അവിടെ ഉണ്ടാവും, കാപ്പി അവിടെ ആവും. ലോൺ എടുത്തു തുടങ്ങിയ സംരംഭത്തിന് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് 22-കാരനായ അതുലിന് ശക്തിയായത്. ഒറ്റമുറി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ ഇപ്പോൾ ഒരു മാസം 30,000 മുതൽ 40,000 വരെ കപ്പുകളാണ് നിർമ്മിക്കുന്നത്. തുടക്കകാലത്ത് പരിചയമില്ലാത്ത മേഖലയായതിനാൽ ചില വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അമ്മയുൾപ്പെടെ 3 പേരാണ് സഹായത്തിനുള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് മാർക്കറ്റിംഗ്. നിലവിൽ കാപ്പി, ചായ, ചുക്കുകാപ്പി എന്നിവയ്ക്കൊപ്പം പ്രീ വർക്കൌട്ട് ഡ്രിങ്ക്, ലെമൺ ടീ, ഗ്രീൻ ടീ എന്നിവയും വിപണിയിലെത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ പുതിയൊരു പ്രീമിയം ഡ്രിങ്ക് കൂടി ലോഞ്ച് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതുൽ. ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്കുമാണ് പ്രധാനമായും വിതരണം ചെയ്യുന്നത്. നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ഗോഡൌണിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണിപ്പോൾ. മാനുഫാക്ചറിംഗ് ഇത് ഇപ്പോൾ കറന്റ് ഇപ്പോൾ ഒരു സെമി മാനുവൽ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളായാലും ഉണ്ടാക്കി കഴിഞ്ഞ ഒരു മെഷീനിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഗോഡൌൺ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് മാറി കുറച്ചുകൂടി പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണമെന്നാണ്. സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് അതുൽ പറയുന്നു. കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ അതുലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ കൃഷ്ണകുമാറിനോടൊപ്പം സൂര്യശങ്കരനാരായണൻ. മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആരംഭിച്ച ഗാന്ധിഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ഇത്തവണ പുതുവത്സര ദിനത്തിൽ പുന്നയൂർ പഞ്ചായത്തിലെ അകലാട് ഉന്നതിയിൽ സന്ദർശനം നടത്തും. ആദിവാസി പട്ടികജാതി ഉന്നതിയിൽ കഴിയുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമാണ് രമേശ് ചെന്നിത്തല ഗാന്ധിഗ്രാമ പദ്ധതി ആവിഷ്കരിച്ചത്. ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ C. ഗോപപ്രതാപൻ, KP ഉമ്മർ, KK ഷുക്കൂർ എന്നിവർ അറിയിച്ചു. പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് കടുവയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രദേശവാസിയായ രാഹുലാണ് പഞ്ചായത്ത് അംഗം ഷീന വർഗീസിനെയും വനംവകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചത്. തുടർന്ന് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ A. ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. എന്നാൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല. തൃക്കൂർ സ്വദേശി വിൽസൺ പഞ്ചായത്ത് ഓഫീസിൽ പാടിയ പാട്ട് വൈറലായി. ഗായകൻ MG ശ്രീകുമാർ പാട്ട് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു.
തൃക്കൂർ ആദൂർ സ്വദേശി പറമ്പൻ വിൽസൺ ഇപ്പോൾ നാട്ടിൽ മാത്രമല്ല പുറംനാട്ടിലും തരംഗമാണ്. സംഗീതം ചെറുപ്പം മുതലേ വിൽസന് ജീവനായിരുന്നു. സംഗീതം പഠിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ വീട്ടിലെ കഷ്ടപ്പാടുകൾ മൂലം എല്ലാം പാതി വഴിയിൽ നിലച്ചു. പ്രതിഭയെ തടഞ്ഞു നിർത്താൻ ഒരു കഷ്ടപ്പാടിനും കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് വിൽസൺ ഇപ്പോൾ. തൃക്കൂർ പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടനെ കാണാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയതായിരുന്നു വിൽസൺ. പരിചയക്കാരനായ പഞ്ചായത്ത് ജീവനക്കാരൻ ഹരിയുടെ ആവശ്യപ്രകാരം നിന്ന നിൽപ്പിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ വൈറലായത്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹ കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂരേയൻ ആത്മാവല്ലയോ കോവിലേ സ്വാമിക്ക് പമ്പയൊരു പൂണൂരേയൻ ആത്മാവല്ലയോ കോവിലേ പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം. മറ്റൊരു ജീവനക്കാരനായ സുധീഷ് മൊബൈലിൽ പകർത്തിയ പാട്ട് താൽക്കാലിക ജീവനക്കാരി ജിത സുകുമാരൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. വിൽസന്റെ പ്രിയ ഗായകൻ MG ശ്രീകുമാറിന്റെ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന് ലക്ഷങ്ങൾ കാഴ്ചക്കാരായി ഇൻസ്റ്റഗ്രാമിൽ കുതിക്കുകയാണ്. പോരാത്തതിന് ഗായകൻ MG ശ്രീകുമാർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു. ചെറുപ്പത്തിലെ കേട്ടുവളർന്ന ഭക്തിഗാനങ്ങളാണ് വിൽസനെ സംഗീതത്തിലേക്ക് ആകർഷിച്ചത്. 15-ാം വയസ്സിൽ സംഗീതം പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനത തന്നെയായിരുന്നു കാരണം. പക്ഷേ വിൽസൺ തൃശൂർ ചക്കാമുക്കിലെ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായി 8 മാസമേ സംഗീത പഠനം തുടർന്നുള്ളൂ. ഇതിനിടെ സ്കൂൾ വിദ്യാഭ്യാസവും നിലച്ചിരുന്നു. 15 വയസ്സിൽ ചക്കാമുക്കിലെ വൈദ്യനാഥ ഭഗവതി എന്നെ സംഗീതത്തിലെ സരസ്വതിയല്ല പഠിപ്പിച്ച ബസ് മപദ സരി സദ പമ പരി മപദ മപ ദാപ മഗരി സരി മഗരി സരി ഗരി സ ശ്രീഗണനാഥ സിന്ദൂര വർണ്ണ കരുണ സാഗര കരിവദന ലംബോദരല കുമികര. അതിനുശേഷം എന്നാള് സരിഗമ പദനി സാനിദാപമഗരി സ്വരസാഹിതിട്ടാണ് എനിക്ക് ഈ പാട്ട് കേട്ടത്. സംഗീതമൊന്നും പഠിച്ചില്ല, വെറുതെ പഠിച്ചോളൂ. പക്ഷെ സരി സരി ഗമ രി ഗരി ഗമ പ ഗമ ഗമ പനി അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ തൊണ്ട സ്വാദം കിട്ടിയത്. അത് വീട്ടില് 5 കൊല്ലം സാധനം ചെയ്തിട്ടുള്ള ആളാണ്. 5 കൊല്ലം. തുടർന്ന് കുടുംബം പോറ്റാൻ ഓട്ടുകമ്പനി തൊഴിലാളിയായി. അപ്പോഴും സംഗീതത്തോടുള്ള പ്രേമം കൈവിട്ടില്ല. ഇതിനിടെ കല്ലൂർ കിഴക്കേപ്പള്ളിയിൽ 9 വർഷം ഗായകനായി. ചിറ്റിശ്ശേരി പള്ളിയിൽ 5 വർഷവും പാടി. കർണാടക ഹൊസൂരിലെ ഫ്രണ്ട്സ് മെലഡി ഓർക്കസ്ട്രയിൽ 2 വർഷം പാടി. തമിഴും കന്നഡയുമായിരുന്നു അന്ന് പാടിയിരുന്നത്. തമിഴിൽ SP ബാലസുബ്രഹ്മണ്യമാണ് വിൽസന്റെ ഇഷ്ടഗായകൻ. പ്രിയപ്പെട്ട ഗായകരെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും MG ശ്രീകുമാറിനെ നേരിൽ കാണണമെന്നാണ് വിൽസന്റെ വലിയ ആഗ്രഹം. ഭാര്യ രജിതയും മക്കളായ ജിംസൺ, ജസ്റ്റിൻ എന്നിവരോടൊപ്പം പഞ്ചായത്ത് അനുവദിച്ച പണി പൂർത്തിയാകാത്ത വീട്ടിലാണ് വിൽസന്റെ ജീവിതം. ചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. TCV ന്യൂസ്, പുതുക്കാട്. ചാലക്കുടിയിൽ പെൺകുട്ടിയെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടന്ന യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കറുകുറ്റി തേർക്കുട്ടം വീട്ടിൽ അക്ഷയാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട സ്വദേശി ജോബിൻ തോമസിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ചാലക്കുടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈർക്കിലികളാൽ നിർമ്മിച്ചിരിക്കുന്ന ചേർപ്പ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകോവിലിന്റെ മാതൃക വിസ്മയമാകുന്നു. അവണിശ്ശേരി തിരുവാഞ്ചിറക്കുളം റോഡിൽ താമസിക്കുന്ന മണികണ്ഠൻ വെന്നിക്കലാണ് ഈ മനോഹര മാതൃക ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഗോൾഡ് അപ്രൈസറായ മണികണ്ഠൻ വെന്നിക്കൽ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയ ശേഷമാണ് 4 മണിക്കൂർ നീളുന്ന ശില്പനിർമ്മാണം.
പെരുവന്നം ശ്രീകോവിൽ മാതൃക നിർമ്മിക്കുന്നതിനായി മൂപ്പെത്തിയ പഴുത്ത തെങ്ങോലയിൽ നിന്നാണ് ആവശ്യമായ ഈർക്കിലുകൾ ശേഖരിച്ചത്. ഈർക്കിലുകൾ ആവശ്യമായ അളവിൽ വെട്ടിയെടുക്കും. ഈർക്കിലുകൾ പരത്തിയെടുത്ത് പശ ചേർത്തൊട്ടിച്ചാണ് മാതൃക നിർമ്മിച്ചത്. 1000-ഓളം ഈർക്കിലുകളാണ് നിർമ്മാണത്തിന് ആവശ്യമായി വന്നത്. 6 മാസമാണ് ശ്രീകോവിൽ മാതൃക നിർമ്മിക്കാൻ വേണ്ടി വന്നത്. ഈർക്കിലിയും പശ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന ശില്പം. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയാണത്. അതിൽ നിന്നും വിഭിന്നമായിട്ടുണ്ട്. അത് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു കോപ്പി അടിച്ച പോലെ ആവില്ലേ, അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിനു മുൻപും മണികണ്ഠൻ ഈർക്കിൽ കൊണ്ട് മാതൃക തീർത്തിട്ടുണ്ട്. തൃപ്രയാർ സെന്ററിലെ ക്ഷേത്രം കവാടം സ്ഥാപിക്കും മുൻപേ അതിന്റെ മാതൃക മണികണ്ഠൻ വെന്നിക്കൽ സൃഷ്ടിച്ചിരുന്നു. നൂൽ ചുറ്റുന്ന കുഴൽ പരത്തി പശ ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ പ്രവേശന കവാടവും കലാമണ്ഡലം കൂത്തമ്പലവും മണികണ്ഠന്റെ വിസ്മയ മാതൃകാ ശില്പങ്ങളിൽപ്പെടുന്നതാണ്. ഭാര്യ ഷിജയും മകളും ആർക്കിടെക്റ്റായ മകൻ അഭിജിത്തും സഹോദരി ഷിനിയുമടക്കം മണികണ്ഠന് സഹായികളായി കൂടെയുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ പെരുവന്നം ക്ഷേത്രം ശ്രീകോവിൽ മാതൃക മണികണ്ഠൻ തന്നെ നിർമ്മിച്ച ചില്ലുപേടകത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 4ാമത്തെ ശില്പമാണെങ്കിലും ഒരു ശില്പവും വിൽക്കാൻ താല്പര്യമില്ലെന്ന് മണികണ്ഠൻ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാന അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ 10ാമത് വാർഷികം ആഘോഷിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ VG തമ്പി അധ്യക്ഷത വഹിച്ചു. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, മുൻ സ്പീക്കർ താരമ്പിൽ രാമകൃഷ്ണൻ, എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം K സച്ചിദാനന്ദന് മന്ത്രി ആർ ബിന്ദു സമർപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ദേശീയ വകുപ്പിന്റെ മലയാള പ്രഭാഷണത്തിനുള്ള സമയമല്ല ഇത് എന്ന് മാത്രമല്ല എന്റെ ഡോക്ടർ അനേകം. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു നൽകുവാൻ നടപടി സ്വീകരിക്കുമെന്നും മേയർ. മറ്റത്തൂർ കൂറുമാറ്റ വിവാദത്തിൽ അനുനയത്തിന് തയ്യാറായി കോൺഗ്രസ് വിമതർ. KPCC നിർദ്ദേശപ്രകാരം റോജി M. ജോൺ MLA-യുമായി വിമതർ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിനൊപ്പം തന്നെയെന്ന് വിമത അംഗങ്ങൾ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ രംഗത്ത്. നീതി നിഷേധമാണ് നടന്നത്, ചെയ്തു തെറ്റ് എന്താണെന്ന് വ്യക്തമല്ല, പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ CPM CPI പോര് രൂക്ഷം. വൈസ് ചെയർമാൻ പദവി നൽകാത്തതിൽ ഇടഞ്ഞ് CPI ഭരണസമിതിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമേ നൽകൂവെന്ന് CPI നിലപാട് അപഹാസ്യമെന്ന് CPM. ദേശീയപാത മണ്ണുത്തിയിൽ വൻ ഗതാഗതക്കുരുക്ക്. നടത്തറ മുതൽ മണ്ണുത്തി വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. മണ്ണുത്തി മേൽപ്പാലത്തിൽ ടാറിങ്ങിനായി വാഹനങ്ങൾ നിയന്ത്രിച്ചതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചാവക്കാട് മണത്തരയിൽ ദേശീയപാതയിലെ സർവീസ് റോഡിലും ഗതാഗതക്കുരുക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.